നമ്മളെ ഫോണിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അധികം ആർക്കും അറിഞ്ഞൂടാത്ത, ഒരു 90% ആൾക്കാർക്കും അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് വന്നിട്ട് ഒന്ന് ബ്രൗസ് ചെയ്തിട്ടില്ല, ആ ഫോണൊന്ന് തരുമോ, അല്ലെങ്കിൽ ഒന്ന് ഞാൻ യൂട്യൂബ് ഒന്ന് നോക്കട്ടെ, ആ ഫോണൊന്ന് തരുമോ എന്ന് ചോദിക്കുന്നേരം നമുക്ക് ഫോൺ കൊടുക്കുക ഒരു മടി ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ അവരിപ്പോൾ ബ്രൗസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കാനൊക്കെ ഫോൺ വാങ്ങിയാൽ നമ്മളെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നോക്കുമെന്നുള്ള ഒരു പേടി. അല്ലെങ്കിൽ കുട്ടികൾ വാപ്പച്ചി ഒന്ന് ഫോൺ നോക്കട്ടെ എന്ന് പറയുന്ന നേരം നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം കുട്ടികൾ ഫോൺ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന നേരം കുട്ടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോകാണ്ടിരിക്കാൻ അവർക്ക് ഫോണ് കൊടുക്കാം. അതിനൊരു അടിപൊളി ടിപ്സ് നമ്മുടെ ഫോണിൽ, എല്ലാ ഫോണിലും ഉണ്ട്. ഒരാൾക്ക് കൊടുക്കുന്ന നേരം യൂട്യൂബ് ഉപയോഗിക്കാൻ അവർക്ക് ഫോണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൾ ചെയ്യാൻ അവർക്ക് ഫോണെന്നുണ്ടെങ്കിൽ ആ വിൻഡോ മാത്രം അവർക്ക് ഉപയോഗിക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെ വെച്ചാൽ ഓരോ ഫോണിലും ഉപയോഗിക്കുന്ന സ്ക്രീന് പിന്ന് ചെയ്ത് വെക്കാം, വിൻഡോ പിന്ന് ചെയ്ത് വെക്കാം. മിക്കവാറും എല്ലാ ഫോണിലും ഒരുപോലെയാണ്. പക്ഷേ സാംസങ്ങിൻ്റെ ഫോണിലും മറ്റു ഫോണായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം സാംസങ്ങിൻ്റെ ഫോണിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതിന് നിങ്ങൾ സാംസങ്ങിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇത് സാംസങ് ഫോണാണ് എൻ്റെ കയ്യിൽ. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ എടുത്തിട്ട് പിൻ വിൻഡോസ് എന്ന് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ സെക്യൂരിറ്റിൻ്റെ ഭാഗത്ത് സെക്യൂരിറ്റി എന്നുള്ള ഭാഗം തുറന്നാൽ നമുക്ക് പിൻ വിൻഡോസ് കിട്ടും. എന്നിട്ട് ആ പിൻ വിൻഡോസ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഡിസേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും, അതൊന്ന് എനേബിൾ ആക്കി കൊടുക്കുക. ഇത്രയും ചെയ്യുക. അതിന് ശേഷം ഇപ്പോൾ ഒരാൾ ടിക്ടോക്ക് നോക്കിയാനാണ് ഫോൺ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ടിക്ടോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. അവർക്ക് അങ്ങനെ തന്നെ ചോദിച്ച പാടാൻ കൊടുക്കാണ്ട് ടിക്ടോക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ടൊന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ റീസെന്റ് ടാബ് ക്ലിക്ക് ചെയ്തിട്ട് ആ ടിക്ടോക്ക് അവിടെ നിന്ന് കാണും. അതിൻ്റെ മേലെ ഈ ടിക്ടോക്കിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പിൻ ദിസ് ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു ചെറിയ പോപ്പപ്പ് കാണും, ഒരു ഓക്കെ കൊടുക്കുക. ആ പോപ്പപ്പ് ഒന്ന് വായിച്ച് നോക്കിയാൽ ഞങ്ങൾക്കറിയാം ഇത് എങ്ങനെയാണ് അൺപിൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓപ്ഷനാണ്. ശേഷം ഇവർക്ക് ബാക്ക് ബട്ടണോ ഒന്നും ഇത് വർക്ക് ചെയ്യല. ഇതിൽ വീഡിയോ കളിക്കുന്നുണ്ട്, അതെനിക്ക് ചിലപ്പം കോപ്പിറൈറ്റ് വരും, അത് ഞാൻ ഹൈഡ് ചെയ്യും. അപ്പോൾ റീസെന്റ് കിട്ടുകയില്ല, ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കിട്ടുകയില്ല, ഒന്നും ഇത് കിട്ടുകയില്ല. ഈ ടിക്ടോക്ക് എന്താണോ നമ്മൾ പിൻ ചെയ്ത് കൊടുത്ത് അത് മാത്രമാണ് ഇവർക്ക് ഉപയോഗിക്കാനാവും. സംഭവം തിരിഞ്ഞിക്കോ, ഈ നോട്ടിഫിക്കേഷൻ ബാറും താത്തേനാകില്ല. ഇനിയിപ്പോൾ ഇത് അൺപിൻ ചെയ്യണമെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ റീസെന്റ് ബട്ടണും ബാക്ക് ബട്ടണും ഒരേ സമയത്തൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മതി, അൺപിന്നായി. പിന്നെ നമുക്ക് ബാക്കൊക്കെ അടിക്കാം. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ മറ്റ് ഫോണിൽ ഞാനിപ്പോൾ റിയൽമീൻ്റെ ഫോണിൽ എങ്ങനെ നോക്കാം. നമ്മൾ റിയൽമീൻ്റെ ഫോണിൽ നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ അതിൽ സെക്യൂരിറ്റി എന്നുള്ള ഇടത്തിൽ സെക്യൂരിറ്റി ഓപ്പൺ ചെയ്താൽ ഇവിടെ സ്ക്രീൻ പിന്നിങ് എന്നൊരു ഓപ്ഷൻ താഴെ കാണാം. ഇത് നിങ്ങളിവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ സെർച്ച് ചെയ്തില്ല, അതുപോലെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. സ്ക്രീൻ പിന്നിങ് സാംസങ്ങിൽ പിൻ വിൻഡോ ഒന്നുണ്ടാകുക, ഇതിൽ സ്ക്രീൻ പിന്നിങ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് കൊടുത്താൽ മതി. ഓഫിലുണ്ടാകുക, ഒന്ന് ഓൺ ആക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റീസെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഏത് വിൻഡോ ആണോ പിൻ ചെയ്യേണ്ടത് അത് ഇവിടെ ഈ 2 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ പിന്ന് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നേരത്തെ അതേപോലെ ഒരു പോപ്പപ്പ് ഇവിടെ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ പിന്നെ ആ വിൻഡോ മാത്രമാണ് ഉപയോഗിക്കാനാവും, ബാക്ക് ഒന്നും വരികയാകില്ല. അതായത് ആ സെറ്റിംഗ്സ് എന്നുള്ള ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ആപ്ലിക്കേഷൻ ആണോ അത് മാത്രം ഉപയോഗിക്കാം, അതിൻ്റെ പുറത്തേക്ക് പോകാനാകില്ല, റീസെന്റ് ഒന്നും കിട്ടില്ല. ഇനി ഇത് നേരത്തെ പോലെ തന്നെ ബാക്ക് ബട്ടണും റീസെന്റ് ബട്ടണും ഒന്നിച്ച് ക്ലിക്ക് ചെയ്താൽ റിലീസ് ആവും. ഹുവായിന്റെ ഫോണിൽ നിങ്ങൾ സെറ്റിംഗ്സ് എടുത്തിട്ട് അതിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളിടത്തിൽ ലാസ്റ്റ് പോയാൽ മോർ സെറ്റിംഗ്സിൽ സ്ക്രീൻ പിന്നിങ് കാണും, അതൊന്ന് എടുത്തിട്ട് ഓഫിലുണ്ടാവുക, അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. അതിന് ശേഷം റീസെന്റ് ബട്ടൺ ഞെക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം താഴെ ഒരു പിൻ ഐക്കൺ കാണുന്നുണ്ടാവും. ഈ പിൻ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിൻ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് ആ സ്ക്രീന് പിന്നായി. പിന്നെ ആ സ്ക്രീന് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാനാവും. ഇതിനുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്കിത് അൺപിന്ന് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്ക്രീന് മാത്രം സെറ്റിംഗ്സ് മാത്രമേ കിട്ടും. നമ്മൾ ഏത് സ്ക്രീനാണോ പിൻ ചെയ്ത് ആ ഒരു സ്ക്രീന് മാത്രമേ കിട്ടൂ. അൺപിന്ന് ചെയ്യണമെങ്കിൽ ഈ ബാക്ക് ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി, അൺപിന്നാവും. അപ്പം അതും വളരെ നല്ലൊരു ഓപ്ഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഉപകാരമാണ് തോന്നിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്കടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.